തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇത്തവണ ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാരുള്ളൊരു ഡിസ്ട്രിക്ട് കൂടിയാണ്. എന്താണ് പുതിയൊരു വോട്ടർമാരോട് പറയാനുള്ളത്? അതായത് നമുക്ക് ആകെ കുറച്ച് ഓപ്ഷൻസേ കിട്ടുന്നുള്ളൂ. അതിൽ നിന്ന് ഏറ്റവും നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നോട്ട് ആകുക എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഇത് ഇങ്ങനെ ഓപ്ഷനുണ്ട്, ഇതൊന്നും ഉപയോഗിക്കാതിരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ് ആൾക്കാരെ തന്നെ തിരഞ്ഞെടുക്കുക. നമ്മളുടെയും നമ്മളുടെ ഫ്യൂച്ചർ ജനറേഷൻസിൻ്റെയും ഒക്കെ ഗുണത്തിനും വെൽബീയിങ്ങിനും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നീട് വിഷമിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇത്തവണ ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാരുള്ളൊരു ഡിസ്ട്രിക്ട് കൂടിയാണ്. എന്താണ് പുതിയൊരു വോട്ടർമാരോട് പറയാനുള്ളത്? അതായത് നമുക്ക് ആകെ കുറച്ച് ഓപ്ഷൻസേ കിട്ടുന്നുള്ളൂ. അതിൽ നിന്ന് ഏറ്റവും നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നോട്ട് ആകുക എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഇത് ഇങ്ങനെ ഓപ്ഷനുണ്ട്, ഇതൊന്നും ഉപയോഗിക്കാതിരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ് ആൾക്കാരെ തന്നെ തിരഞ്ഞെടുക്കുക. നമ്മളുടെയും നമ്മളുടെ ഫ്യൂച്ചർ ജനറേഷൻസിൻ്റെയും ഒക്കെ ഗുണത്തിനും വെൽബീയിങ്ങിനും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നീട് വിഷമിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്.